ടാറ്റ മോട്ടോഴ്സ് എന്നുള്ള കമ്പനിയുടെ ആനുവൽ റിപ്പോർട്ടും ക്വാർട്ടർ റിപ്പോർട്ടും ഈ അടുത്താണ് പുറത്തുവിട്ടത്. കമ്പനിയുടെ ബാലൻസ് ഷീറ്റ് എടുത്ത് നോക്കുമ്പോൾ 3 മടങ്ങ് പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. സത്യത്തിൽ ഈ ലഭിച്ചിട്ടുള്ള പ്രോഫിറ്റിലെ 9,500 കോടി രൂപയോളം വരുന്നത് ഡെഫേർഡ് ടാക്സ് റിട്ടേൺ എന്ന ഇനത്തിലാണ്. എന്നിരുന്നാലും കഴിഞ്ഞ വർഷത്തിലും ലാസ്റ്റ് ക്വാർട്ടറിലും കമ്പനി മികച്ച പെർഫോമൻസ് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. അവരുടെ പ്രധാന വാഹനങ്ങളായ ജാഗ്വർ, ലാൻഡ് റോവർ തുടങ്ങിയ വാഹനങ്ങൾ UK, സൗത്ത് ആഫ്രിക്ക, ബ്രസീൽ, സൗത്ത് കൊറിയ തുടങ്ങിയ രാജ്യങ്ങളിലൊക്കെ പ്ലാന്റുകളുള്ളതാണ്. 2030 കൂടി ജാഗ്വർ മുഴുവനായും ഇലക്ട്രിക്കൽ വെഹിക്കിളായിട്ട് മാറുന്നതാണ്. പ്രത്യേകിച്ച് യൂറോപ്പിൽ 2030 കൂടി ഇലക്ട്രിക്കൽ വെഹിക്കിൾ മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ എന്നുള്ള ഒരു നിയമം ഉണ്ട്. അതുപോലെ തന്നെ ലാൻഡ് റോവർ എന്നുള്ള വാഹനം 30 മുതൽ 40% വരെ ഇത്തരത്തിൽ EV വെഹിക്കിളായിട്ട് മാറും. അത് കമ്പനിയെ സംബന്ധിച്ചിടത്തോളം മികച്ച ഒരു ഫ്യൂച്ചർ നൽകുന്നതാണ്. ഈ അടുത്ത കാലത്തായിട്ട് ടാറ്റ മോട്ടോഴ്സ് എന്നുള്ള കമ്പനിയായി ബന്ധപ്പെട്ട് ഒരുപാട് ഇവൻറ്റ്സ് സംഭവിച്ചിട്ടുണ്ട്. ടാറ്റ മോട്ടോഴ്സ് DVR ലിമിറ്റഡിൻ്റെ ഷെയർ ഹോൾഡേഴ്സിന് ടാറ്റ മോട്ടോഴ്സിൻ്റെ ഷെയർ നൽകി അത്തരത്തിലുള്ള ഒരു തീരുമാനത്തിലേക്ക് അധികം വൈകാതെ കമ്പനി അഡ്മിനിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് മുന്നോട്ട് വെക്കുന്നുണ്ട്. അതുപോലെ തന്നെ ടാറ്റ മോട്ടോഴ്സിലെ പാസഞ്ചർ വാഹനങ്ങളും കൊമേഴ്സ്യൽ വാഹനങ്ങളും വേറെ കമ്പനിയായിട്ട് ലിസ്റ്റ് ചെയ്യുന്ന രീതിയിലുള്ളൊരു പദ്ധതിയും അവർ ആവിഷ്കരിച്ചിട്ടുണ്ട്. അതൊക്കെ പ്രാരംഭ ഘട്ടത്തിലാണ് നിലവിലുള്ളത്. ജാഗ്വർ, ലാൻഡ് റോവർ പോലെയുള്ള വാഹനങ്ങൾ, പാസഞ്ചർ വാഹനങ്ങൾ മികച്ച പെർഫോമൻസ് തുടരുന്ന ഇതേ സാഹചര്യത്തിൽ തന്നെ കൊമേഴ്സ്യൽ വാഹനങ്ങളും മികച്ച പെർഫോമൻസ് തുടരുന്നുണ്ട്. കൊമേഴ്സ്യൽ വാഹനങ്ങളിൽ EV സാധ്യത പരീക്ഷിക്കപ്പെടുന്നതോടുകൂടി മികച്ച രീതിയിലുള്ള ഒരു ഭാവി ഈ വാഹനങ്ങളിലും അതിൻ്റെ സ്റ്റോക്കുകളിലും ഭാവിയിൽ കാണുന്നതാണ്. കൊമേഴ്സ്യൽ വാഹനങ്ങളിൽ ടെസ്ല എന്ന കമ്പനി ഇത്തരത്തിൽ EV വെഹിക്കിളായിട്ട് മാറ്റപ്പെടുത്തി വലിയ രീതിയിലുള്ള നേട്ടം കൊയ്തത് കഴിഞ്ഞ കാലത്തെ ഒരു ചെറിയ ചരിത്രമാണ്. ടാറ്റ മോട്ടോഴ്സിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ടാറ്റ ടെക്നോളജി എന്നുള്ളൊരു കമ്പനി ഇപ്പോൾ നിലവിലുണ്ട്. വാഹന നിർമ്മാണ രംഗത്ത് അതിനൂതന സാങ്കേതിക വിദ്യകൾ ആവിഷ്കരിക്കുക എന്നുള്ള ലക്ഷ്യവും കൂടി ടാറ്റ ടെക്നോളജിയിലൂടെ ടാറ്റ ഗ്രൂപ്പ് മുന്നോട്ട് വെക്കുന്നുണ്ട്. ഈ അടുത്ത കാലത്തായിട്ട് 3000 കോടി രൂപയോളം അവർ ഫണ്ട് റേസ് ചെയ്തിട്ടുണ്ട്. ഒരു ടെക്നോളജിക്കൽ കമ്പനി ആയതുകൊണ്ട് തന്നെ അതിൻ്റെ പ്രാരംഭ ദിശയിലുള്ള വളർച്ചയിൽ മാത്രമാണ് ഈ കമ്പനി ഇപ്പോഴും ഉള്ളത്. അതുകൊണ്ട് തന്നെ ഒരു പ്രൊജക്റ്റഡായ രീതിയിലുള്ള വളർച്ച ടാറ്റ ടെക്നോളജി എന്നുള്ള കമ്പനിയിൽ ഉണ്ടായിട്ടില്ല. പക്ഷേ ഈ കമ്പനി ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന സാങ്കേതിക വിദ്യയിലുള്ള ആ ഒരു നേട്ടം കൈവരിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ ടാറ്റ മോട്ടോഴ്സ് പോലുള്ള സബ്സിഡിയറി മറ്റ് ടാറ്റ ഗ്രൂപ്പിൻ്റെ കമ്പനികളിലേക്കും അതിൻ്റെ നേട്ടം എത്തുന്നുള്ളതാണ്. ടാറ്റ മോട്ടോഴ്സിൻ്റെ നിലവിലുള്ള വാഹനങ്ങളിലും പുതുതായിട്ട് കണ്ടെത്തുന്ന വാഹനങ്ങൾക്കും വേണ്ടിയുള്ള ടെക്നോളജി പ്രവർത്തന സജ്ജമാക്കുക എന്നുള്ളതാണ് ഈ കമ്പനി ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുപോലെ മറ്റൊരു കാര്യം, ടാറ്റ മോട്ടോഴ്സിൻ്റെ ഫൈനാൻസ് ഡീമർജ് ചെയ്ത് ടാറ്റ ക്യാപിറ്റൽ കമ്പനിയിലേക്ക് ലയിക്കാൻ പോവുകയാണ്. ഈ ടാറ്റ ക്യാപിറ്റൽ എന്നുള്ള കമ്പനി നിലവിൽ സ്റ്റോക്ക് മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്തിട്ടില്ല. ഈ കുറച്ച് നാൾ മുമ്പ് ഉണ്ടായിരുന്ന RBI ടാറ്റ ഗ്രൂപ്പ് ഇഷ്യൂ ഇതുമായി ബന്ധപ്പെട്ടതായിരുന്നു. ടാറ്റ സൺസ് എന്നുള്ള ആ മദർ കമ്പനി വലിയ രീതിയിൽ ഫണ്ട് ബോറോ ചെയ്ത് ടാറ്റ ക്യാപിറ്റൽ എന്നുള്ള കമ്പനിയിൽ നിക്ഷേപിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള ഇഷ്യൂസ് അതിൻ്റെ ചർച്ചയിലാണ് നിലവിലുള്ളത്. പക്ഷേ ഇതൊക്കെ ഈ ടാറ്റ ഗ്രൂപ്പുമായി ബന്ധപ്പെട്ടിട്ട് ഉള്ള കമ്പനികളിൽ വലിയ രീതിയിലുള്ള സ്വാധീനം ചെലുത്താൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഇന്ത്യയിൽ ടാറ്റ മോട്ടോഴ്സാണ് ഇലക്ട്രിക്കൽ വാഹനങ്ങളുടെ നിർമ്മാതാക്കളിൽ ലീഡർ ചെയ്യുന്നത്. ഈ കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ 73,800 ഇലക്ട്രിക്കൽ വാഹനങ്ങൾ നിർമ്മിച്ചിട്ടുണ്ട്. മുൻ സാമ്പത്തിക വർഷത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇത് 70% വളർച്ചയാണ്. 1.5 ലക്ഷത്തോളം ഇലക്ട്രിക്കൽ വാഹനങ്ങൾ ടാറ്റ മോട്ടോഴ്സിൽ നിന്ന് നിലവിൽ നിരത്തിൽ വന്നിട്ടുണ്ട്. കാലം പോകെ ടാറ്റ മോട്ടോഴ്സ് ഇലക്ട്രിക്കൽ വാഹന രംഗത്ത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ നിർമ്മാതാക്കളായി മാറുന്നുള്ളതാണ് നിരീക്ഷിക്കപ്പെടുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ടാറ്റ ഗ്രൂപ്പിലെ അഡ്മിനിസ്ട്രേഷൻ രംഗത്ത് നടക്കുന്ന ഇത്തരത്തിലുള്ള
അഴിച്ചുപണികൾ അത്തരത്തിലുള്ള നേതൃത്വത്തിൽ വരുന്ന അല്ലറ ചില്ലറ മാറ്റങ്ങളൊക്കെ ബജാജ് ഓട്ടോ, മാരുതി തുടങ്ങിയ കമ്പനികളെക്കാൾ മികച്ച രീതിയിലുള്ള പെർഫോമൻസ് ഭാവിയിൽ ടാറ്റ മോട്ടോഴ്സ് അടക്കമുള്ള കമ്പനികളിൽ നിന്ന് ഉണ്ടാകാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനത്തിൻ്റെ തുടക്കമാണ്. ഇനി റിസൾട്ടിലേക്ക് നോക്കുകയാണെങ്കിൽ